ആവില്ല. കഅബ പുനർനിർമ്മിക്കുമ്പോ ഹജറുൽ അസ്വദ് വെക്കാൻ പറ്റിയ ആള് മുഹമ്മദ് നബി തന്നെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊരാൾ വിശ്വസിച്ചാൽ മുസ്ലിം ആവില്ല. മുസ്ലിം ആവണമെങ്കിൽ മുഹമ്മദ് നബി അള്ളാന്റെ റസൂലാണെന്ന് തന്നെ എന്നാൽ തന്നെ മുസ്ലിം ആവുള്ളൂ. അതുകൊണ്ട് റിസാലത്തിനെ തഗ്യീർ ചെയ്യുന്ന ഭാഗമാണ് സംസാരിക്കേണ്ടത്. എന്താ റിസാലത്തിനെ തഗ്യീർ ചെയ്യുന്ന ഭാഗം? അർസലം ബിയാദി ഫാഫാന ബിസ്സദഖി വത്തബീലി വല്ലമാന. റിസാലത്തിനെ തഗ്യീർ ചെയ്യുന്ന നാലും കൂടിയും പറയണമെന്നില്ല. അതിന് ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. നമുക്ക് അറിയണതൊക്കെ പറയാനുള്ള ഒന്നല്ല. അങ്ങനെ ആർക്കും തോന്നരുത്. ഒരു പോയിന്റ് പറഞ്ഞു, അപ്പൊ പിന്നെ അടുത്ത പോയിന്റും പറഞ്ഞു, അങ്ങനെ 4 പോയിന്റ് പറഞ്ഞാല് 4 ചോദിച്ചേക്കാം. ഒരാളോട് 4 പോയിന്റാണ് പറഞ്ഞുള്ള കുഴപ്പം എന്താ? ഓന് തിരിച്ച് 4 ചോദിക്കാന്നുള്ളതാണ്. 1 പറഞ്ഞിട്ടുള്ളൂ എങ്കിൽ ആ 1 ചോദിക്കുള്ളൂ. അത് കുറച്ചേരം ചോദിച്ചാൽ തീരും. 1 പോയിന്റിന് ചോദിച്ചാൽ 2 മറുപടിയോടെ തീരുമല്ലോ. 4 പോയിന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 7 ചോദ്യമുണ്ട്. അപ്പൊ 8 ചോദ്യമായില്ലേ? എന്തിനാ വെറുതെ 2 ചോദ്യം 8 ഉണ്ടാക്കുന്നത്? അതുകൊണ്ട് ഉള്ള വിവരം കൂടിയും വേറുള്ളവരോട് പറയാനുള്ള ഒന്നല്ല, ആവശ്യത മാത്രം പറഞ്ഞാൽ മതി. അപ്പൊ റിസാലത്ത്, ഫസാനത്ത്, തബ്ലീഗ്, അമാനത്ത് തുടങ്ങിയവയിൽ ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്തിട്ട് നന്നായി സംസാരിക്കുകയാണ് വേണ്ടത് നിരീശ്വരവാദികളോടാണെങ്കിൽ. പിന്നെ മുസ്ലിങ്ങൾക്കിടയിലുള്ള ദഅവത്തിലേക്ക് വരുമ്പോ ഒന്നാമത്തെ തബ്ലീഗ് എന്ന് പറയുന്നതാണ്. ഇസ്ലാമിന്റെ പരിശുദ്ധമായ സന്ദേശം മറ്റുള്ളവർക്കിടയിൽ എത്തിച്ചു കൊടുക്കുക എന്നത്. തബ്ലീഗ് എന്ന അർത്ഥത്തിലാണ് ശരിക്കും നമ്മൾക്ക് നാട്ടിലൊക്കെ നടക്കുന്ന വയലുകൾ പ്രധാനമായും ഉള്ളത്. വയലുകൾ ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വഇതാഇ ദിൽ ഖുർബ വയൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി യഅഇദുക്കും ലഅല്ലക്കും തദക്കറൂൻ. യഅഇദുക്കും വയലിന്റെ പ്രധാന വിഷയങ്ങളാണത്. ഒന്ന് നീതി, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി. പിന്നെ 2 ഇഹ്സാൻ, യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി. പിന്നെ ഈതാഇ ദിൽ ഖുർബ. പിന്നെ യൻഹ അനിൽ ഫഹ്ശാഇ, യൻഹ അനിൽ മുൻകരി, യൻഹ അനിൽ ബഗി. ഇത്രയും കാര്യങ്ങൾ വയലിന്റെ പ്രധാന വിഷയങ്ങളാക്കി എടുക്കണം. ആ വിഷയങ്ങളിലുള്ള വയല് വളരെ എഫക്റ്റീവായ വയലുകളായിരിക്കും. അപ്പം വയല് വേണ്ട തന്നെയാണ്. വയല് നന്നായിട്ട് പ്രിപ്പയർ ആയി തയ്യാർ ചെയ്ത് നമ്മൾ പ്രസംഗിക്കണം. കൂട്ടത്തിൽ ഞാനൊരു കാര്യം പറയാണ്. ഒരു മഹല്ലത്തിലെ മുഴുവൻ മുഅ്മിനീങ്ങളും വെള്ളിയാഴ്ച നമുക്ക് പള്ളിക്ക് കിട്ടും. നമ്മൾ വെള്ളിയാഴ്ച പ്രസംഗിക്കുന്ന സമയത്ത് നന്നായിട്ട് ഒരാഴ്ച മുമ്പ് തയ്യാറായി പ്രസംഗിക്കണം. 5 മിനിറ്റോ 10 മിനിറ്റോ 20 മിനിറ്റോ ആണ് നമുക്ക് സമയം കിട്ടുക. നന്നായിട്ട് തയ്യാറായി വെള്ളിയാഴ്ചത്തെ 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് ഉപയോഗിച്ച് പ്രസംഗിക്കണം. ആൾക്കാർക്ക് അടുത്ത വെള്ളിയാഴ്ച വരെ ഈമാനികമായ ആവേശം കിട്ടാൻ ആ ഉപദേശം ഉപകരിക്കണം. അടുത്ത വെള്ളിയാഴ്ച വരെക്കത് കിട്ടണം. അതിന് പറ്റിയ നല്ല വയല് പറയണം. വെള്ളിയാഴ്ച രാവിലെ കുറെ ആൾക്കാർ ഖത്തീബുമാരാണല്ലോ. വെള്ളിയാഴ്ച രാവിലെ സുബഹിക്കാരം കഴിഞ്ഞാൽ റൂമുക്ക് വയലിന്റെ വിഷയം പറഞ്ഞുതരാൻ വേണ്ടി വരുന്ന കുറച്ച് ആജ്യന്മാരുണ്ടാവും. എല്ലായിടത്തും ഉണ്ടാവും. ഒരാചാര്യ പറഞ്ഞെന്ന വിഷയം വയലിന്റെ വിഷയമാക്കരുത്. വയലിന്റെ വിഷയം നമ്മൾ നേരത്തെ തയ്യാറാക്കിയത്. ആചാര്യ അത് വന്ന് പറഞ്ഞു തരുന്നതിന്റെ പിന്നിൽ ആ നാട്ടിലെ ഏതെങ്കിലും ഒരു വ്യക്തിയെ ഉദ്ദേശിച്ചിട്ടുണ്ടാവും. അപ്പൊ അയാളെ ഗീബത്ത് പറയാനുള്ള പരിപാടിയായിട്ടാണ് ആചാര്യ സുബഹിക്കാരൻ കഴിഞ്ഞിട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ആ വയല് ആരും പറയരുത്. കമ്മിറ്റിക്കാർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കടലാസിൽ എഴുതി വാങ്ങിക്കോളി, ഉഷാറായിട്ട് വായിച്ചോളി. എന്നിട്ട് സെക്രട്ടറിയുടെ പേരിൽ സെക്രട്ടറി അറിയിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞോളി. ഒരു കുഴപ്പമില്ല. വയലിന്റെ വിഷയം മാറ്റാൻ വേറെ ആരെയും അധികാരപ്പെടുത്തരുത്. അത് ഖത്തീബുമാരൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. വെള്ളിയാഴ്ചത്തെ വയല് ഒരു വെള്ളിയാഴ്ച മുമ്പേ തയ്യാറാക്കിയ മാറ്ററായിരിക്കണം. ആ മാറ്റർ ആന തമ്മ് കുത്തിയാലും മാറാൻ പാടില്ല. പലതും സംഭവിക്കും നാട്ടില്. വയലിന്റെ വിഷയം മാറരുത്. വയലിന്റെ വിഷയം നമ്മൾ നേരത്തെ തയ്യാറാക്കിയത്. പിന്നെ പറഞ്ഞിരുന്ന വിഷയം നല്ല വിഷയമാണെങ്കിൽ അവിടെ എഴുതി വെക്കുക. പിന്നെ എന്തെങ്കിലും ഒരു ദിവസം ആ വിഷയം പറയുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ ചേർക്കാവുന്നതാണ്. ഒരു മഹല്ലില് 4 വർത്താനാണ് പറഞ്ഞുകൊണ്ട് ചാടി കളിച്ചുകൊണ്ട് പിറ്റത്തെ ആഴ്ചനാണ് പോരാന്നുള്ളത് വലിയ കഴിവൊന്നല്ല. ഒരു മഹല്ലിൽ നല്ല ഖത്തീബായിട്ട് പിടിച്ചു നിൽക്കാൻ കഴിയാന്നുള്ളതാണ് ഏറ്റവും വലിയ കഴിവ്. മറ്റേത് എളുപ്പമുണ്ട്. നാട്ടുകാരെ ഫുള്ളാണ് ചീത്തറിഞ്ഞാണ്ട് വേണ്ട പോരാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള പരിപാടിയാണ്. ഖത്തീബായിട്ട് ആ നാട്ടിൽ പിടിച്ചിക്കാൻ കഴിയാന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിന് വയലിൽ മായം ചേർക്കാൻ ആരെയും സമ്മതിക്കരുത്. വിഷയം പറഞ്ഞുതരാൻ കുറെ ആൾക്കാരുണ്ടാവും. പ്രത്യേകിച്ച് കുറച്ച് നന്നായിട്ട് സംസാരിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഓരോരുത്തരും മനസ്സിലുള്ള വിഷയമൊക്കെ നമ്മൾ നാവുകൊണ്ട് പറയണം എന്ന് കരുതിയിട്ട് ഇങ്ങനെ വരും പലരും. കുഴപ്പമൊന്നുമില്ല, ആചാര്യ എന്നുകൊണ്ട് പ്രശ്നമാക്കൊന്നും വേണ്ട.
ഒരു വെള്ളിയാഴ്ച മൂപ്പര് പറഞ്ഞെന്ന വിഷയം പറഞ്ഞില്ലെങ്കിൽ പിറ്റത്തെ വെള്ളിയാഴ്ചയും കൂടിയേ വരുള്ളൂ. അന്നും പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആ വഴിക്ക് മൂപ്പര് വരില്ല, വിഷയം പറഞ്ഞില്ല. അല്ലാതെ ഒന്നും കച്ചറൊന്നും ഉണ്ടാക്കണ്ട. നിങ്ങൾ പറഞ്ഞതിന്റെ വിഷയം ഞാൻ പറയില്ല, ഞാൻ അതിനിവിടെ വന്നതല്ല, അതിന് ജോലി പറ്റല്ല, അങ്ങനെ ഒന്നും പറയണ്ട. 2 ആഴ്ച മൂപ്പര് പറഞ്ഞതിന്റെ വിഷയമാണ് പറയാതിരുന്നാല് 3ാമത്തെ ആവശ്യം പിന്നെ ആ വിഷയം പറഞ്ഞുതരാൻ വേണ്ടി വരില്ല. അതുകൊണ്ട് അത് നല്ലോണം ശ്രദ്ധിക്കേണ്ടതാണ്. അത് നല്ലോണം ശ്രദ്ധിക്കണം. 2ാമത്തെ ഒന്ന് എന്ന് പറയുന്നത് ആശയപരമായി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു പോയ ആളുകൾക്കിടയിലുള്ള ദഅവത്താണ്. നല്ലോണം മനസ്സിലാക്കിട്ടോ, നല്ലോണം മനസ്സിലായിക്കോളി. എന്തുകൊണ്ടാണ് ബിദ്അഈ പ്രസ്ഥാനങ്ങൾ ബിദ്അത്തുകാരായി മാറുന്നത്? കലിമത്തു തൗഹീദിന്റെ 2ാം ഭാഗത്തെ നിസാരമായി തോന്നുന്നതിൽ നിന്നാണ് ബിദ്അത്ത് ഉണ്ടാവുന്നത്. നല്ലോണം മനസ്സിലായിക്കോളി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്നുമല്ലാതെയായിത്തീരുന്നതിൽ നിന്നാണ് ബിദ്അത്ത് വരിക. നിങ്ങൾ എല്ലാ ബിദ്അത്തിലും പരിശോധിച്ചോളി. നബി തങ്ങളൊരു സാധാരണ മനുഷ്യനുണ്ട് ആയിക്കിട്ടായിട്ട് ഓൽക്കൊരു പൂർത്തിയടയ്ക്കാരം എങ്ങനെങ്കിലും ഏതെങ്കിലും ആയച്ച് വളച്ച് തിരിച്ചിട്ടാണെങ്കിലും മുഹമ്മദ് നബി ഒരു സാധാരണ മനുഷ്യനായിത്തീരായിട്ട് എന്തോ ഒരു ബേജാറാ. മുസ്ലിം സമൂഹത്തിൽ തർക്കം നടക്കുക 2 സമയത്താണ് ആകെ. ഒന്ന് റമദാൻ മാസമായാലും ഒന്ന് റബീഉൽ അവ്വൽ ആയാലും. ഒന്ന് റമദാൻ മാസമായാലും അടി മുന്തൊക്കെ എടുത്താണ്ട് തറാവീന്റെ റക്അത്തോ കൂടി ആയിട്ട് ഇറങ്ങും. പിന്നെ റബീഉൽ അവ്വൽ മാസമായാല് മങ്കൂസ് മൗലിദ് നബി തങ്ങൾ ഓതിയിട്ടുണ്ടോ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓതിയിട്ടുണ്ടോ, ഉമർ ഖത്താബിന്റെ മൗലിദ് ശറഫൽ അനാം ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരും. പ്രശ്നം അതൊന്നല്ല. പ്രശ്നം എന്താണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖൽബിൽ നിന്ന് താഴേക്ക് ഇറങ്ങാണ്. അതാണ് വിഷയം. വിഷയം നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഈമാനിലെ ഏറ്റവും കമാലിയത്തുള്ള ആള് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്താ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാന്റെ കമാലിയത്തിന്റെ രഹസ്യം? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബുവത്ത് കിട്ടുന്നതിന് മുമ്പേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയാമായിരുന്നു. മഹാനവറുകൾ ഒരു കച്ചവടത്തിന് വേണ്ടി പോയി തിരിച്ചു വരുമ്പോഴേക്കാണ് നബി തങ്ങൾക്ക് നുബുവത്ത് കിട്ടിയത്. കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് അബുൽ ഹക്കം എന്ന അബൂജഹൽ ചെന്നിട്ട് പറഞ്ഞു, അന്റെ ഏറ്റവും അടുത്ത സുഹൃത്തല്ലേ മുഹമ്മദ്, ഓൻ പുതിയൊരു പരിപാടി വെച്ച് വന്നിട്ടുണ്ട്, ജോ വല്ലതും അറിഞ്ഞോന്ന് ചോദിച്ചു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു എന്തേനും. അവ പറഞ്ഞു മുഹമ്മദ് അള്ളാന്റെ റസൂലാണെന്നും പറഞ്ഞാണ്ടപ്പോ നടക്കുന്നത് എന്ന് പറഞ്ഞു. സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് നേരെ വീട്ടിൽ പോയി ഒന്ന് കുളിച്ച് പുതിയൊരു കൂട്ട് തുണിയും കപ്പായൊക്കെ എടുത്തിട്ട് ഇലാ ഹദറത്തി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് എന്ന് ചോദിച്ചു, മുഹമ്മദേ ഞാൻ കേട്ടതൊക്കെ ശരി തന്നെയാണോ എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു ശരിയാണ്, അള്ളാഹു എന്നെ റസൂലാക്കി നിയോഗിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാലേ അബ്ദുൽ കാബ അതുകൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അബ്ദുൽ കാബ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പഴയ പേരാ. അബ്ദുൽ കാബ അതുകൊണ്ട്. അത് പിന്നെ എപ്പോഴും അങ്ങനെ തന്നെ. മിറാജിന്റെ രാത്രി 7 ആകാശങ്ങൾ കടന്ന് പോയ വൈക്കന്നെ തിരിച്ചു വന്നിട്ട് പായിൽ കടന്നു പിറ്റേ ദിവസം രാവിലെ പറഞ്ഞപ്പോ മുനാഫിക്കങ്ങളിൽപ്പെട്ട ഒരാൾ ചെന്നിട്ട് സിദ്ദീഖ് തങ്ങളോട് പറഞ്ഞു, മുഹമ്മദ് ഇതുവരെ പെട്ടുള്ള വടായികളൊക്കെ പോട്ടെ, ഇന്ന് രാവിലെ പറഞ്ഞ വടായി ഇവിടുന്ന് ബൈത്തുൽ മുഖദ്ദസ്ക്കാണ് പോയി അവിടുന്ന് 7 ആകാശം കയറിയിട്ട് പോയ വൈക്കോ എന്റെ പടച്ചോനൊക്കെ കണ്ട് സംസാരിച്ചിട്ട് പോയോടത്തു കൂടെ മടങ്ങി വന്നിട്ട് നേരം വെളുത്തപ്പോ അതിന് കിടക്കപ്പായിൽ വന്ന് കടന്നു എന്ന് പറഞ്ഞു എന്ന് ചോദിച്ചപ്പോ ഇന്ത്യ നബി അത് പറഞ്ഞു എന്ന് ചോദിച്ചു. ആ പറഞ്ഞു. എന്നാലേ അബൂബക്കർ അതുകൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. സയ്യിദന അബൂബക്കർ സിദ്ദീഖ്. നബി തങ്ങൾ ഇങ്ങനെ കയറിയാൽ ഈമാൻ കമാലിയത്തിലേക്ക് ഇങ്ങനെ കയറും. അതിങ്ങനെ ഇറങ്ങണതാണ് ഈമാന്റെ താഴേക്കുള്ള ഇറക്കം. ഇതാണ് ബിദ്അത്തുകാരിൽ സംഭവിക്കുന്ന രഹസ്യം. ഇത് സംഭവിക്കുകയാണ്. നമ്മളിപ്പോ ഒരുപാട് ആളുകൾ വഹാബി പ്രസ്ഥാനത്തിൽ നിന്നും ജമാഅത്തിൽ നിന്നൊക്കെ സുന്നിയിലേക്ക് വരുന്നുണ്ടല്ലോ. ഓൽക്കാരിൽ നമ്മൾ തെളിവ് പഠിപ്പിക്കലുണ്ടോ? അങ്ങോട്ട് വന്നാൽ തെളിവ് സ്വന്തമായിട്ട് കിട്ടും. അപ്പൊ നമ്മളിൽ എത്ര ആൾക്കാർക്ക് കൈ ഇങ്ങനെ കെട്ടേണ്ടത് എന്നുള്ള തെളിവ് അറിയാത്തവരുണ്ട്. നമുക്ക് ആർക്കെങ്കിലും ഇപ്പൊ വല്ല അസ്വസ്ഥതയുണ്ടോ? ഇല്ല. എന്തേ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിരിക്കണം. ഇതുകൊണ്ട് ഇറങ്ങിയാൽ പിന്നെ എല്ലാവരും തെളിവ് വേണ്ടി വരും. അപ്പൊ തെളിവൊന്നും ആരും പഠിപ്പിക്കേണ്ട ആവശ്യം വരില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ കയറുന്നതിനനുസരിച്ച് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ കയറും. അത് കയറിയ തെളിവൊക്കെ സ്വന്തമായി പഠിച്ചിട്ടുണ്ടായിക്കോളും. ആരും പഠിപ്പിക്കേണ്ടി വരില്ല. ബിദ്അത്തിന്റെ രഹസ്യം അതാണ്. അതുകൊണ്ട് മുബ്തദിഈന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നന്നായി പരിചയപ്പെടുത്തുകയാണ് വേണ്ടത്. അപ്പൊ ഓനായിട്ടുള്ള എല്ലാ സംസാരവും സീറത്തുൻ നബവി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് കൊണ്ടുപോകണം. സീറയിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകണം. അതിന് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാണ്ട് കുറേ സംസാരിക്കലല്ല ദഅവത്ത്. പറഞ്ഞതിനെ പിന്നെയും പറയലാണ് ദഅവത്ത്. ഇപ്പൊ നബിതങ്ങളുടെ ഒരു താരീഖ് നമ്മൾ പറയുകയാണെങ്കിൽ ആ താരീഖ് തന്നെ പിറ്റേന്ന് കാണുമ്പോഴും പറഞ്ഞാൽ മതി. അതന്നെ പിറ്റേന്ന് കാണുമ്പോഴും പറഞ്ഞാൽ മതി. കുറെ പറയണമെന്നില്ല. പറഞ്ഞതിന്റെ പിന്നെയും പറഞ്ഞാൽ മതി.
അപ്പൊ തോനെ വിവരമൊന്നും ആവശ്യമില്ല. അള്ളാന്റെ റസൂലിനെ പറ്റി ഒരു 4 സീറ നമുക്ക് ഏതായാലും അറിയാതിരിക്കുമല്ലോ. ആ 4 സീറ വീണ്ടും വീണ്ടും പറഞ്ഞാൽ മതി. ഓനെ അറിയുന്നത് തന്നെ ഇക്കാലം എന്നാലും പറയാം. അതാണ് ദഅവത്ത്. ദഅവത്ത് എന്ന് പറഞ്ഞാൽ തദ്കിറത്താണ്. ഓനെ അറിയണ തന്നെ ഇക്കാലം എന്നാലും പറയും. ദഅവത്തിൽ എന്നാലും പറയാൻ പറ്റും, അറിയണത് തന്നെ പറയാൻ പറ്റും. അതാണ് ബിദ്അത്തുകാർക്കിടയിൽ നമ്മൾ സ്വീകരിക്കേണ്ട ദഅവത്തിന്റെ രീതി എന്ന് പറയുന്നത്. ആദർശപരമായി നമ്മോട് വിയോജിപ്പുള്ള കുറെ ആളുകൾ ഉണ്ടാവും. ആദർശപരമായി ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും മഹാനായ ശംസുൽ ഉലമയുടെയും കണ്ണിയത്ത് ഉസ്താദിന്റെയും ചെറുശ്ശേരി ഉസ്താദിന്റെയും പാതയോട്, വഴിയോട് വിയോജിപ്പുള്ള ആൾക്കാർ. അത്തരം ആളുകളോട് നമ്മൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ മൺമറഞ്ഞുപോയ മഹത്തുക്കളായ ഉലമാക്കളെ പരിചയപ്പെടുത്തി സംസാരിക്കണം. ഞാൻ എന്റെ സഹോദരങ്ങളോട് മനസ്സിൽ തട്ടിയ ഒരു ചോദ്യം ചോദിക്കുകയാണ്. മഹാനായ ശംസുൽ ഉലമയുടെ മനാഖിബുകൾ പറയുന്ന ധാരാളം പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പുസ്തകം ഒന്ന് ആദ്യം മുതൽ അവസാനം വരെ മനസ്സിരുത്തി വായിച്ച എത്ര ആള് നമ്മളെ കൂട്ടത്തിലുണ്ട് എന്ന് ചോദിച്ചാലേ അതൊരു പ്രശ്നമേ. കാരണം സാധനം എല്ലാവരും വാങ്ങിയിട്ട് പെരെ കൊണ്ടുവച്ചിട്ടുണ്ടാവും എന്നുള്ളത് ശരിയാണ്. അതൊന്ന് വായിച്ചു നോക്കിയിട്ടുണ്ടോ? മഹാനായ ശംസുൽ ഉലമയെയും കണ്ണിയത്ത് ഉസ്താദിന്റെയും മനാഖിബ് വായിച്ചിട്ട് അതാണ് പറഞ്ഞെടുക്കാൻ കഴിയാന്നുള്ളത് തന്നെയാണ് ആദർശപരമായി വഴിതെറ്റിപ്പോയ ആളുകൾക്കിടയിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് ആദ്യം നമ്മളത് വായിക്കും അറിയും വേണ്ടേ? നമ്മളത് വായിക്കും അറിയുമാണല്ലോ. കണ്ണിയത്ത് ഉസ്താദിന്റെയും ശംസുൽ ഉലമയുടെയും മഹത്തുക്കളായ പണ്ഡിതന്മാർ വഫാത്തായി പോയ ആളുകളെ പ്രത്യേകം തെരഞ്ഞെടുക്കണം. അതിനൊരു കാരണമുണ്ട്, ഞാൻ അങ്ങനെ പറയാം. വഫാത്തായി പോയ ആളുകളെ നമ്മൾ തെരഞ്ഞെടുത്ത് പറയുമ്പോ ശൈത്താൻ ഒരു തലയിൽ മാത്രമാണ് വർക്ക് ചെയ്യുക. ജീവിച്ചിരിക്കുന്ന ആളുകളെ നമ്മൾ മുഖവിലയാക്കി, നമ്മൾ വലുതാക്കി പറഞ്ഞാൽ ശൈത്താൻ 2 തലയിൽ വർക്ക് ചെയ്യും. അതായത് തൽബീസുൽ ഇബ്ലീസിൽ ബഹുമാനപ്പെട്ട ഇമാം ജൗസി റളിയല്ലാഹു അൻഹു ഒരു കാര്യം പറയുന്നുണ്ട്. എന്താ പറയണെന്ന് അറിയങ്ങള്? ശൈത്താന്റെ ഏറ്റവും വലിയൊരു പ്രവർത്തനമാണ് ചില ആളുകളെ നമ്മളെ കൽബിലുണ്ട് വലുതാക്കി തരും. ഇങ്ങനെ വലുതാക്കി 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 ഹിമാലയത്തിന്റെ മേലോട് കൊണ്ടുപോയി നിർത്തിയിട്ട് മാനുഷികമായ എന്തെങ്കിലും ഒരു ന്യൂനത അവനുണ്ടെങ്കിൽ ശൈത്താൻ ആ ന്യൂനത മാത്രം നമ്മളെ കാണിച്ചു തരും. അപ്പൊ നമ്മക്ക് ഇങ്ങനെ പറയാ, മൂപ്പരൊക്കെ അങ്ങനെയാണ്, ഇവനിപ്പോ എന്താ ഇതിന് നിന്നിട്ട് കാര്യം? അപ്പൊ ശൈത്താൻ ഒഴിഞ്ഞു നിന്നിട്ട് അതെന്നോട് ഞാൻ പണ്ടെന്നെ പറഞ്ഞിട്ടില്ലേന്നും പറയും. അവരോട് ഓന്റെ കാര്യം കഴിഞ്ഞു, നമ്മൾ നേരെ താഴത്തേക്ക് പോരും. അപ്പൊ ശൈത്താൻ 2 തലയിൽ വർക്ക് ചെയ്യും. ജീവിക്കുന്ന ആളുകളെ പരിചയപ്പെടുത്തിയാൽ, വഫാത്തായ ആളുകളെ പരിചയപ്പെടുത്തുമ്പോൾ ശൈത്താൻ ഒരു തലക്ക് മാത്രമാണ് വർക്ക് ചെയ്യുക. അതായത് നമ്മളിൽ മാത്രമാണ് പ്രവർത്തിക്കുക. അതുകൊണ്ട് ഏറ്റവും നല്ലത്, ദഅവത്തിൽ ഏറ്റവും നല്ലത് വഫാത്തായി പോയ മഹത്തുക്കളായ നമ്മുടെ ഉലമാക്കളുടെ സീറകൾ പഠിച്ചറിയുകയും അത് പ്രചരിപ്പിക്കുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ദഅവത്തിന്റെ അവസാന ഭാഗമാകുന്ന തസ്കിയത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, തസ്കിയത്ത് എന്നത് 2 തരത്തിലുണ്ട്. തസ്കിയത്ത് 2 തരത്തിലുണ്ട്. ഒന്ന്, മനുഷ്യന്റെ ആത്മാവുമായി ബന്ധപ്പെട്ട് ഒരാളെ സംസ്കരിക്കുന്ന രീതിയുണ്ട്. മനസ്സുമായി ബന്ധപ്പെടുത്തി ഒരു മനുഷ്യനെ സംസ്കരിച്ചെടുക്കുന്ന രീതിയും ഉണ്ട്. ഇഷ്ക്, മഹബത്ത് എന്നിവയൊക്കെയാണ് മനസ്സുമായി ബന്ധപ്പെട്ട് മനുഷ്യനെ സംസ്കരിച്ചെടുക്കുന്ന രീതി. മഹത്തുക്കളായ മഖ്ദൂമുമാർ ആ രീതിയാണ് സ്വീകരിച്ചത്. അങ്ങനെയാണ് മാലകളും മൗലൂദുകളും ബൈത്തുകളുമൊക്കെ നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ചും ധാരാളമായി വന്നിട്ടുള്ളത്. മഹത്തുക്കളായ സൂഫികൾ സ്വീകരിച്ചിട്ടുള്ള രീതിയാണ് ആത്മാവുമായി ബന്ധപ്പെട്ട് മനുഷ്യനെ സംസ്കരിച്ചെടുക്കുന്ന രീതി. ഈമാൻ യഥാർത്ഥത്തിൽ ശാരീരികമായി ബന്ധപ്പെട്ടതല്ല, മനുഷ്യന്റെ ആത്മാവുമായി ബന്ധപ്പെട്ടതാണ്. മനുഷ്യന്റെ ആത്മാവ് പലതരത്തിലുണ്ട്. ചലനമുള്ള ആത്മാവ് എന്ന ഒന്നുണ്ട്, വളർച്ചയുള്ള ആത്മാവ് എന്ന ഒന്നുണ്ട്, സംസാരശേഷിയുള്ള ആത്മാവ് എന്ന ഒന്നുണ്ട്, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ഒന്നുണ്ട്. ഇതിൽ മനുഷ്യന് പ്രത്യേകമായുള്ളത് സംസാരശേഷിയുള്ള ആത്മാവാണ്. അതുകൊണ്ടാണ് മനുഷ്യന്റെ നിർവചനം പറയുന്ന സമയത്ത് അൽ ഹയവാനുൻ നാത്തിഖ് എന്ന് പറയാനുണ്ടായ കാരണം. ഈ സംസാരശേഷിയുള്ള ആത്മാവിലും ചലനശേഷിയുള്ള ആത്മാവിലും വളർച്ചാശേഷിയുള്ള ആത്മാവിലും ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് മനുഷ്യന്റെ ഈമാൻ എന്ന് പറയുന്നത്. ആ ഈമാനിനെ വളർത്തിക്കൊണ്ടുവരാൻ ദിക്ർ, ഫിക്ർ, മുറാഖബ എന്നീ 3 രീതികളാണ് സൂഫികൾ സ്വീകരിച്ചു വന്നിട്ടുള്ളത്. അതുകൊണ്ട് ആ സൂഫികളുടെ രീതിയിലൂടെയും അതുപോലെ ഇഷ്ക്, മഹബത്ത് എന്നിവ വളർത്തിക്കൊണ്ടുവന്നുകൊണ്ട് പരിശുദ്ധമായ ദീനിന്റെ കർമ്മങ്ങളിൽ അടിയുറപ്പിച്ചു നിർത്തി കെലിമ ചൊല്ലി മരിക്കുന്ന മുഅ്മിനീങ്ങളെ ഉണ്ടാക്കി തീർക്കുന്ന രീതിയും സാധിപ്പിച്ചെടുക്കാവുന്നതാണ്. ദഅവത്തിന്റെ വളരെ പ്രധാനപ്പെട്ട 7 തലങ്ങളിലൂടെയാണ്
ഞാൻ കടന്നുപോയിട്ടുള്ളത്. ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ആവർത്തിക്കുന്നു. വിശുദ്ധമായ ഖുർആനിനെ പരിചയപ്പെടുത്തുക എന്നതാണ് ഇസ്ലാമിക ദഅവത്തിന്റെ ഏറ്റവും പ്രധാനമായ അടിസ്ഥാന ഘടകം. വിശുദ്ധമായ ഖുർആനിലേക്ക് ആളുകളെ ആകർഷിക്കുക, ഖുർആനിലേക്ക് മനുഷ്യന്മാരെ ക്ഷണിക്കുക, ഖുർആനിന്റെ ആശയങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഖുർആനികമായ ദഅവത്ത് ചെയ്യുക എന്നത് ഏറ്റവും പ്രധാനമാണ്. ഒരു കാര്യം കൂടി പറയട്ടെ, ദഅവത്തിന് വേണ്ടി നമ്മൾ ആരോടെങ്കിലും സംസാരിക്കുന്ന സമയത്ത് എന്താ അയ്യോ അവനോട് പറയണതെന്ന് ചോദിച്ചാൽ ഞാൻ ഖുർആന്റെ ആശയം പറഞ്ഞു കൊടുക്കുകയാണ് എന്ന് പറയാനും പറ്റും. വളരെ നല്ല ഒരു ദഅവത്തിന്റെ രീതിയായി അത് മാറുകയും ചെയ്യും. അവ ദഅവത്താണ്, ഞാൻ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുകയാണ് എന്നൊക്കെ പറയുന്നതിന് പകരം ഞാൻ ഖുർആനിന്റെ ആശയം പറഞ്ഞു കൊടുക്കുകയാണ് എന്നാണ് ദഅവത്തിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് നമ്മൾ മറുപടിയായി പറയുകയും ചെയ്യേണ്ടത്. ഇങ്ങനെ നമ്മളൊന്നാണ്ട് പ്രവർത്തിച്ചു നോക്കിയാൽ മലപ്പുറം ജില്ലയിൽ, കേരളത്തിൽ നമ്മൾ പോകുന്ന എല്ലാ സ്ഥലങ്ങളിലും വിപ്ലവകരമായ ദഅവീ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് സാധ്യമാവും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് എന്റെ സമയം അവസാനിച്ചിട്ടുണ്ട്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ജില്ലാ സെക്രട്ടറി സലീം എടക്കര പ്രസംഗിക്കുന്നു. സ്വാഗതം ചെയ്യുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൻ സഖുലത് മവാസീനുഹു ഫഹുവ ഫീ ഐശത്തിൻ റാളിയ. സദഖല്ലാഹുൽ അലിയ്യുൽ അലീം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജുഇലത് ഉമ്മത്തി ഖൈറുൽ ഉമ്മ. ഏറ്റവും ബഹുമാനമുള്ള അധ്യക്ഷൻ കെ റഹ്മാൻ ഫൈലി, വേദിയിൽ സന്നിഹിതരായ സമസ്ത കേന്ദ്ര മുഷാവറ അംഗം ഉസ്താദ് ടി പി മുസ്ലിയാർ, SIS ജില്ലാ ഉപാധ്യക്ഷൻ ഹാജി മുഹമ്മദ് ഷാഫി, സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെ മാനേജർ MA ചേളാരി, പ്രിയമുള്ള SIS ജില്ലാ ഭാരവാഹികളെ, ആദരണീയരായ ആമില അംഗങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ കഴിഞ്ഞ നവംബർ മാസത്തിൽ SIS ജില്ലാ കമ്മിറ്റി ആരംഭിച്ച 4 മാസത്തെ ക്യാമ്പയിന് സമാപനം കുറിക്കപ്പെടാൻ പോവുകയാണ്. ആദരണീയനായ ശൈഖുന അത്തിപ്പറ്റ ഉസ്താദ് അസ്ർ നമസ്കാരത്തിന് നമ്മുടെ പന്തലെത്തിച്ചേരുന്നതോടുകൂടി നാമൊക്കെ ഏറെക്കാലമായി ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മജ്ലിസ് നൂറിന്റെ പരിസമാപ്തിയോടുകൂടി ഈ ക്യാമ്പ് സമാപിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ നവംബർ മാസത്തിൽ ഈ 4 മാസക്കാലത്തെ സംഘടനാ ശാക്തീകരണ ക്യാമ്പയിന് ജില്ലാ കമ്മിറ്റി രൂപകൽപ്പന ചെയ്യുമ്പോൾ ജില്ലാ കമ്മിറ്റിയുടെ മുമ്പിലുണ്ടായിരുന്ന അജണ്ട വളരെ വ്യക്തമായി വിജയിച്ച ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ ക്യാമ്പയിന്റെ സമാപനം നടക്കുന്നത്. ഇതിലൊട്ടും അഹങ്കാരമില്ല, മറിച്ച് അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ മലപ്പുറം ജില്ലയിൽ ഒട്ടുമുക്കാൽ മഹല്ലുകളും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ആശയ ആദർശപ്രകാരം പ്രവർത്തിക്കുന്ന മഹല്ലുകളായതുകൊണ്ട് തന്നെ ഈ മഹല്ലുകളിൽ ഈ 10,000-ഓളം വരുന്ന ആമില അംഗങ്ങളുടെ ക്രിയാത്മകമായ ദഅവാ പ്രവർത്തനം ആരംഭിക്കുന്നതോടുകൂടി ദീനീ രംഗത്ത് വലിയൊരു മാറ്റമുണ്ടാവാൻ പോവുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ ആദർശ പ്രസ്ഥാനത്തിന്റെ ഊന്നുവടിയായി നമ്മുടെ മുൻഗാമികൾ SYS വിശേഷിപ്പിച്ചെങ്കിൽ അത് അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് ഒരു എണ്ണയിട്ട യന്ത്രം പോലെ ജില്ലയിലെ ദീനീ ദഅവാ പ്രവർത്തനത്തിന് സജ്ജമാകുന്ന വിധത്തിൽ ആദരണീയനായ പാണക്കാട് സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങൾ ഇന്ന് കാലത്ത് ഈ ജില്ലക്ക് സമർപ്പിച്ച യൗവനമാണ് ഈ നഗരിയിൽ ആദരണീയനായ മർഹൂം ശിഹാബ് തങ്ങൾ നഗരിയിൽ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നത്. ഇതൊരു ചെറിയ കാര്യമായിട്ടല്ല SYS കാണുന്നത്. തീർച്ചയായും അള്ളാഹു നൽകിയ വലിയൊരു സമ്പത്തായിട്ടാണ് നാം ഇതിനെ കാണുന്നത്. എന്തിനു വേണ്ടി? അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി, ദഅവാ പ്രവർത്തനത്തിന് വേണ്ടി. എന്റെ പ്രിയപ്പെട്ട കർമ്മോത്സുകരായ ആമിലയുടെ സഹപ്രവർത്തകർക്ക് ഉണർത്താനുള്ളത്, ഇന്ന് കാലത്ത് നിങ്ങൾ സുബഹി നിസ്കാരാനന്തരം നിങ്ങളുടെ വീടുകളിൽ നിന്നും പുറപ്പെട്ടു, നിങ്ങൾ ശാഖകളിലെ പ്രവർത്തകർ ചേർത്തുകൊണ്ട് ഈ മലപ്പുറം ശിഹാബ് തങ്ങൾ നഗർ ലക്ഷ്യമാക്കി നിങ്ങൾ പുറപ്പെട്ടത് മുതൽ ഇവിടെ നിങ്ങൾ വന്നപ്പോൾ കേൾക്കുന്ന അനൗൺസ്മെന്റ്, നിങ്ങൾ വുളു ചെയ്തുകൊണ്ട് പന്തലിൽ പ്രവേശിക്കണം എന്നുള്ളതാണ്.
അതിനുശേഷം ളുഹാ നിസ്കരിച്ചു. ഇവിടെ ജമാഅത്ത് നിസ്കാരങ്ങൾ നടന്നു. ഇവിടെ കൃത്യമായ ചില പ്രവർത്തനങ്ങളും ചില പദ്ധതികളും നിങ്ങൾക്ക് നൽകി. അത് കേവലം കൂടലും പിരിയലുമായി മാറാൻ പാടില്ല. നാം കഴിഞ്ഞ നവംബർ മാസത്തിൽ നാം സംവിധാനിച്ച നമ്മുടെ ശാഖാതലത്തിൽ യോഗം ചേർന്നുകൊണ്ട് അവിടെ വെച്ചുകൊണ്ട് ആമിലാങ്ങളെ തെരഞ്ഞെടുത്തത് മുതൽ പഞ്ചായത്തല ട്രെയിനിങ് ക്യാമ്പ് നടന്നുകൊണ്ട് കഴിഞ്ഞ ജനുവരി 26 മുതൽ ഫെബ്രുവരി 18 വരെ ഞാൻ മലപ്പുറം ജില്ലയിലെ 16 നിയോജക മണ്ഡലങ്ങളിലും 2 വീതം വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് കൃത്യമായ ഒരു ട്രെയിനിങ് നൽകി 3 ഘട്ടങ്ങളിലായി പരിശീലിപ്പിച്ചെടുത്ത ഒരു ടീമിനെയാണ് ഈ മാർച്ച് 1-ാം തീയതി നാം സമർപ്പിക്കാൻ പോകുന്നത്. ഈ നമ്മെ സംബന്ധിച്ചിടത്തോളം ഓർഗനൈസിംഗ് അല്ല പ്രധാനം. SYS ജില്ലാ കമ്മിറ്റി കണ്ടത് കഴിഞ്ഞ 4 മാസക്കാലം ഈ ടീമിനെ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ഓർഗനൈസിംഗ് പ്രവർത്തനമാണ്. അത് സ്ക്രീൻ ചെയ്തുകൊണ്ട് നാം തയ്യാറാക്കിയെടുത്തെങ്കിൽ ഇന്നിവിടെ വന്ന ആളുകൾ നിങ്ങളുടെ റോസ് ബയോഡാറ്റ ഫില്ല് ചെയ്തുകൊണ്ട് നിങ്ങൾ വളണ്ടിയേഴ്സ് ഏൽപ്പിച്ചെങ്കിൽ SYSന്റെ ജില്ലാ കമ്മിറ്റി വളരെ കാര്യഗൗരവത്തോടു കൂടിയാണ് ആ ബയോഡാറ്റയെ കാണുന്നത്. ഓരോ മഹല്ലിലും ദീനീ ദഅ്വാ പ്രവർത്തനം നടത്താൻ ഞാനിതാ സന്നദ്ധമായിരിക്കുന്നു, എന്നെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ബയോഡാറ്റ പൂരിപ്പിക്കാൻ നിർവഹിച്ചിട്ടുള്ളത്. അത് ഓരോന്നും മണ്ഡലം തിരിച്ചുകൊണ്ട് പഞ്ചായത്ത് തിരിച്ചുകൊണ്ട് വ്യക്തമായ അജണ്ട നിശ്ചയിച്ചുകൊണ്ട് കൃത്യമായ ചില പരിപാടികളും പദ്ധതിയുമായി കൊണ്ട് SYS ജില്ലാ കമ്മിറ്റി മഹല്ലുകളിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആമിലെ വ്യക്തമായ പ്ലാനിംഗ് സെല്ല് പ്രവർത്തിക്കുന്നുണ്ട്. SYSന്റെ അതിന് മുകളിൽ ജില്ലാ കമ്മിറ്റിയോട് ഇതെല്ലാം ഒത്തുചേർന്നുകൊണ്ട് മാസാമാസങ്ങളിൽ പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ട് കൃത്യമായ അജണ്ട നിശ്ചയിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് നമ്മൾ നിർവഹിക്കാൻ പോകുന്നത്. അല്ലാഹുവിന്റെ തൗഫീഖോടുകൂടി ഇന്ന് മലപ്പുറം ജില്ലയിൽ 16 നിയോജക മണ്ഡലങ്ങളിലും കൃത്യമായ ചലിക്കുന്ന ഒരു മണ്ഡലം കമ്മിറ്റി നമുക്കുണ്ട്. എല്ലാ ചൊവ്വാഴ്ച എല്ലാ മാസത്തിലെ അവസാന ചൊവ്വാഴ്ചയും ചേർന്നുകൊണ്ട് ഒരു മാസത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി അടുത്ത ഒരു മാസക്കാലത്തെ പ്രവർത്തനങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യുന്ന വിധത്തിൽ കൃത്യമായ അജണ്ട നിശ്ചയിക്കുന്ന മണ്ഡല സെക്രട്ടറിമാർ യോഗം നാം കൃത്യമായി ചേരുന്നുണ്ട്. അതിനുശേഷം ആ അവസാനത്തെ ബുധനാഴ്ച എല്ലാ മണ്ഡലം തലങ്ങളിലും പഞ്ചായത്ത് സെക്രട്ടറിമാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മണ്ഡലം തലത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിമാരുടെ മീറ്റിംഗ് നടക്കുന്നുണ്ട്. വ്യാഴാഴ്ച സംഘടനാ തലത്തിൽ യൂണിറ്റ് തലത്തിൽ യൂണിറ്റ് ഭാരം ഉപയോഗപ്പെടുത്തി പഞ്ചായത്ത് തലത്തിൽ മീറ്റിംഗ് നടക്കുന്നുണ്ട്. അതിന് കൃത്യമായ നെറ്റ്വർക്ക് സംവിധാനം നാം സംവിധാനിച്ചു വെച്ചിട്ടുണ്ട്. ഈ സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ആമിലുകളെ ഉപയോഗപ്പെടുത്തി ചില വർക്കുകളാണ് SYSന്റെ ജില്ലാ കമ്മിറ്റി ആവിഷ്കരിക്കാൻ പോകുന്നത്. ഇവിടെ പ്രാഥമികമായി നാം ഉദ്ദേശിക്കുന്നത് ഒരു 8 മാസത്തെ ഒരു ആമില പ്രവർത്തന പദ്ധതിയാണ്. 8 മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഈ മാർച്ച് മുതൽ അടുത്ത് വരാനിരിക്കുന്ന ഒക്ടോബർ മാസം വരെ നീണ്ടു നിൽക്കുന്ന ചില ക്രിയാത്മകമായ പദ്ധതി. ഈ പദ്ധതിയുടെ ഒരു കോപ്പി നേരത്തെ മണ്ഡലം സെക്രട്ടറിമാർ മുഖേന എല്ലാ പഞ്ചായത്ത് സെക്രട്ടറിമാരിലേക്കും എത്തിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് പഞ്ചായത്ത് തലത്തിൽ ഒരു പഞ്ചായത്ത് തലത്തിലാകുമ്പോൾ 10-12 യൂണിറ്റുകളെ ആ പഞ്ചായത്തിൽ ഉണ്ടാവുകയുള്ളൂ. ആ യൂണിറ്റിലെ ആമിലയുടെ റئീസിനെ വിളിച്ചുകൊണ്ട് ആ ആമിലയുടെ കോർഡിനേറ്ററെ വിളിച്ചു വരുത്തിക്കൊണ്ട് നിങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയും ആവശ്യമായ കോപ്പികൾ എടുത്തുകൊണ്ട് ഇതിന്റെ കാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യണമെന്ന് ആമുഖമായി സൂചിപ്പിക്കുകയാണ്. നാം ഉദ്ദേശിക്കുന്നത് ഈ 8 മാസക്കാലത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് പ്രധാനമായും ചില വർക്കുകൾ നിങ്ങൾക്ക് ഏൽപ്പിക്കുകയാണ്. വർക്ക് എന്ന് പറയുന്നത് ഈ 8 മാസത്തെ പ്രവർത്തനത്തെ 4 പാർട്ടാക്കി തരംതിരിക്കുകയാണ്. പാർട്ട് എന്ന് പറയുന്നത് രോഗസന്ദർശനമാണ്. അതോടൊപ്പം തന്നെ മയ്യത്ത് സംസ്കരണവും എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നേരത്തെ ആമില അംഗങ്ങൾക്ക് വേണ്ടി പഞ്ചായത്ത് സംഗമത്തിൽ വെച്ച ശേഷം മണ്ഡല സംഗമത്തിൽ വെച്ചുകൊണ്ട് നാം ഒരു കൈപുസ്തകം വിതരണം ചെയ്തിട്ടുണ്ട്. വളരെ ശ്രദ്ധേയമായ കൈപുസ്തകം. ആ കൈപുസ്തകത്തിൽ ചില നിർദ്ദേശങ്ങൾ നമ്മുടെ ഈ കൈപുസ്തകം ചർച്ച ചെയ്യപ്പെടുകയും അവരുടെ പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് തലങ്ങളിൽ ക്രമീകരിച്ചു കൊണ്ടുവരുന്നുണ്ട്. അതിനാ പ്രധാനമായും ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതിന്റെ 9-ാം പേജിൽ വളരെ കൃത്യമായി ചില കാര്യങ്ങൾ ഒരു ആമില പ്രവർത്തകന് ഉണ്ടാകേണ്ട ഗുണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ നാം പകർത്താൻ തയ്യാറാവണം. അതോടൊപ്പം തന്നെ മയ്യിത്ത് പരിപാലനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ നാം ഉദ്ദേശിക്കുന്നത് ചില ചാർട്ടുകളാണ്. ആമില പ്രവർത്തന ചാർട്ട് എന്ന പേരിൽ 1 എയും 1 ബിയുമാണ് നമ്മുടെ എ വിഭാഗത്തിൽ പെടുന്നത്. എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന മാർച്ച്, ഏപ്രിൽ, മെയ് 15 വരെ നീണ്ട 75 ദിവസക്കാലത്തെ ഒരു പ്രവർത്തന പദ്ധതി. അത് നാം വരുന്നത് പ്രധാനമായും നമുക്ക് ശ്രദ്ധിക്കേണ്ടത് SYSന്റെ
ജില്ലാ കമ്മിറ്റി ഉദ്ദേശിക്കുന്നത് ഓരോ ശാഖയിലേക്കും അതാത് ശാഖയിലെ അംഗങ്ങൾക്ക് പൂരിപ്പിക്കാൻ പറ്റാവുന്ന വിധത്തിൽ ഒരു ചാർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ഈ ചാർട്ട് നിങ്ങളുടെയൊക്കെ പഞ്ചായത്ത് സെക്രട്ടറിമാരിലേക്ക് ഇന്ന് കൈമാറിയിട്ടുണ്ട്. അതാത് പഞ്ചായത്ത് കമ്മിറ്റി വൈകാതെ യോഗം വിളിച്ചു കൂട്ടിക്കൊണ്ട് കൃത്യമായി ചാർട്ടിന്റെ എണ്ണം വെച്ചുകൊണ്ട് യൂണിറ്റുകൾക്കും മെമ്പർമാർക്കും നൽകി അത് പ്രാവർത്തികമാക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിൽ നാം ഉദ്ദേശിക്കുന്നത് മണ്ഡലത്തിന്റെ പേര് ചേർക്കണം, പഞ്ചായത്തിന്റെ പേര് ചേർക്കണം, ആമില മെമ്പറുടെ പേര് ചേർക്കണം, ശാഖയുടെ പേരും ചേർക്കണം. രോഗ സന്ദർശന ത്രൈമാസ ചാർട്ടാണ്. 3 മാസത്തിനിടയിൽ നിങ്ങൾ സന്ദർശിച്ച രോഗിയുടെ പേരും സ്ഥലവും, ആ രോഗിയുമായി നിങ്ങൾക്കുള്ള ബന്ധം, എന്നും സന്ദർശിച്ചു, അദ്ദേഹത്തിന്റെ രോഗം എന്തായിരുന്നു, ഇത് രേഖപ്പെടുത്തുന്ന ഒരു ചാർട്ടാണ് നിങ്ങൾക്ക് നൽകുന്നത്. അത് കൃത്യമായി നിങ്ങൾ നൽകണം. ഇൻഷാ അല്ലാഹ് ഈ ചാർട്ട് തിരിച്ചു വാങ്ങുന്നതും പരിശോധിക്കപ്പെടുന്നതുമായിരിക്കും. രണ്ടാമത്തെ ചാർട്ട് പ്രവർത്തന ചാർട്ട് 1B ആണ്. അതിൽ മയ്യത്ത് സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്. ക്രമ നമ്പർ, പരേതന്റെ പേര്, മരിച്ച ആളുടെ പേര്, അദ്ദേഹത്തിന്റെ സ്ഥലം, അദ്ദേഹവുമായി ഈ ആമില അംഗത്തിനുള്ള ബന്ധം, അദ്ദേഹം ആ മരണപ്പെട്ട തീയതി, പങ്കാളിത്ത സ്വഭാവം, ആ മരണ വീട്ടിൽ ചെന്നുകൊണ്ട് ആ മയ്യത്തിനെ കുളിപ്പിക്കാൻ വേണ്ടി കുളിപ്പിക്കുന്നതിൽ പങ്കുവഹിച്ചോ, അതല്ല മറ്റെന്തെങ്കിലും സേവന പ്രവർത്തനങ്ങൾ ചെയ്തോ, അതല്ല വെറും സാന്നിധ്യം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഈ പങ്കാളി സ്വഭാവം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള രണ്ടാമത്തെ ചാർട്ട്. ഈ 2 ചാർട്ടാണ് നമുക്ക് 75 ദിവസത്തേക്കുള്ള 90 ദിവസത്തേക്കുള്ള ത്രൈമാസ പദ്ധതിയായിട്ടുള്ളത്. രണ്ടാമത്തെ ബി വിഭാഗത്തിൽ വരുന്നത് അടുത്ത 10 ദിവസം. ഈ ഇത് കഴിഞ്ഞ ശേഷം മൂന്നാമത്തെ ചാർട്ട് വരുന്നത് 20 ദിവസം കൊണ്ട് പൂർത്തിയാക്കേണ്ട രണ്ടാമത്തെ ചാർട്ടാണ്. അത് ആമില മെമ്പറുടെ അത് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് പള്ളികളിലെ ജമാഅത്തിന്റെ പങ്കാളിത്ത വിവരവും അതിന്റെ വിവരശേഖരണവുമാണ്. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലാണ് 2ാം ഘട്ടമായി അത് നിർവഹിക്കേണ്ടത്. അതും നടക്കേണ്ടത് അതാത് ശാഖാതലത്തിലായിരിക്കണം. അതിനും ക്രമ നമ്പർ ചേർത്തിട്ടുണ്ട്. തീയതി ഓരോ ദിവസവും എഴുതണം. തിങ്കൾ, ചൊവ്വ തുടങ്ങിയ ദിവസങ്ങൾ എഴുതുക. സുബഹി, ളുഹർ, അസർ, മഗ്രിബ്, ഇശാ. ആ നാട്ടിലെ ജമാഅത്തിന്റെ പങ്കാളിത്ത സ്വഭാവമാണ് നാം ശ്രദ്ധിക്കേണ്ടത്. അതിൽ അവസാനമായി സ്ഥിരമായി ഇതിങ്ങളുടെ നിരീക്ഷണത്തിൽ 40 ദിവസക്കാർ നിരീക്ഷണത്തിൽ നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട സ്ഥിരമായി പങ്കെടുത്ത അംഗങ്ങളുടെ എണ്ണവും വെച്ചുകൊണ്ട് അതാത് പഞ്ചായത്ത് കോർഡിനേറ്ററും ഒപ്പിട്ടുകൊണ്ടായിരിക്കണം നമ്മുടെ ചാർട്ട് 2 നിങ്ങൾ തിരിച്ചേൽപ്പിക്കേണ്ടത്. ചാർട്ട് 3 നാം ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെയൊക്കെ ശാഖാതലങ്ങളിൽ, മഹല്ല് തലങ്ങളിൽ, മദ്രസ പരിധിയിൽ വരുന്ന ലഹരി ഉപയോഗിക്കുന്ന വിവരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റൊരു ചാർട്ടാണ്. അതിന്റെ പേര്, സ്ഥലം, ആ ലഹരി വിധേയ സ്വഭാവം എന്ന് പറഞ്ഞാൽ സ്ഥിരമായി ഉപയോഗിക്കുന്ന ആളാണോ, ഇടയ്ക്കിടെ ഉപയോഗിക്കാറുള്ളോ, അതല്ല ആഘോഷ ദിവസങ്ങൾ ഉപയോഗിക്കാറുള്ളോ എന്നാണ്. ഇത് നാം കൃത്യമായി പഠിക്കുന്നത് എന്തിനെന്ന് വെച്ചാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കൃത്യമായ ചാർട്ടും കൃത്യമായൊരു ബോധവും നമുക്കുണ്ടായിരിക്കുകയും അതിനുശേഷമാണ് നമുക്ക് ചില വർക്കുകൾ നമ്മുടെ മഹല്ല് തലങ്ങളിലേക്ക് ആരംഭിക്കാൻ. അതിന്റെ ഭാഗമായിട്ടാണ് ഈ 3 മാസക്കാലം ഇത്തരം ചില പ്രവർത്തനങ്ങളാണ് ആമില അംഗങ്ങൾക്ക് 1ാം ഘട്ടമായി ജില്ലാ കമ്മിറ്റി നൽകുന്നത്. 4ാമത്തെ ഒരു ചാർട്ട് കൂടെയുണ്ട്. അതിൽ നാം ഉദ്ദേശിക്കുന്നത് ആമില അംഗങ്ങളുടെ അതാത് യൂണിറ്റിലെ ആമില അംഗങ്ങളുടെ കുടുംബ രോഗ ചികിത്സ മേഖലയിലെ അവലോകന റിപ്പോർട്ടാണ്. രോഗിയുടെ പേര്, സ്ഥലം, ആ രോഗിക്ക് ഈ ആമിലയുടെ മെമ്പറുമായുള്ള ബന്ധം, ആമിലയാണെങ്കിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം, അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രോഗം എന്താണ് എന്നും സ്വഭാവം എങ്ങനെയാണ് എന്നും, നിരന്തരം മരുന്ന് ഉപയോഗിക്കുന്ന ആളാണ് അത് രേഖപ്പെടുത്തണം, മരുന്ന് കഴിക്കാത്ത ആൾ അത് രേഖപ്പെടുത്തണം, അങ്ങനെ തുടങ്ങിയുള്ള ഒരു ചാർട്ടും ഈ 4 ചാർട്ടും കൂടി നമ്മൾ നൽകി അവർക്ക് 10 ദിവസക്കാലത്തെ സെപ്റ്റംബറിൽ ആ ഡി വിഭാഗത്ത് എന്ന് പറഞ്ഞ അവസാനം നൽകിയ 4ാമത്തെ ചാർട്ടിന് അത്ര ദിവസവും നൽകി വളരെ കൃത്യമായ ഒരു സമയബന്ധിതമായ ഒരു പരിശോധനാ ക്രമത്തിനാണ് നാം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം നാം ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാഹ് നമ്മൾ ചില ദിവസങ്ങൾ കൂടി ഇതിന്റെ ഭാഗമായി കാണുന്നുണ്ട്. 2-3 ദിവസം ഏറ്റവും പ്രധാനപ്പെട്ടത് ജൂൺ 14 വർഷത്തിൽ 2 ദിവസം ആമില ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒന്നാമത് നാം ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാഹ് ഈ വർഷം ജൂൺ 14 ഏകദേശം റമളാൻ തൊട്ടുമുമ്പുള്ള സമയമാണ്. അവിടെ നാം ചില ശുചീകരണ പ്രവർത്തനങ്ങൾ പള്ളിയും മദ്രസയുമായി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ ശാഖാതലങ്ങൾ നടക്കണം. അതോടൊപ്പം തന്നെ പഞ്ചായത്ത് തലങ്ങളിൽ ചില വർക്കുകൾ നടക്കേണ്ടതുണ്ട്. ജൂൺ 16 നോമ്പ് ഏകദേശം വന്ന്
നോമ്പ് അവസാനമായിരിക്കും. അവസാനമായതുകൊണ്ട് തന്നെ തദിക്റെ വിദാ എന്ന് പറയുന്ന ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നോമ്പ് നമ്മോട് വിട പറയുന്നു. നമുക്കറിയാം 6 നോമ്പ് കടന്നു വരുന്നു. അതിന്റെ ആവശ്യകതയും മറ്റുമൊക്കെ സൂചിപ്പിക്കുന്ന പഞ്ചായത്ത് തലത്തിൽ നടത്തണം, അത് പ്രഭാഷണം എന്തായിരിക്കണം, അതിന് വിഷയങ്ങൾ എന്തായിരിക്കണം എന്നൊക്കെ ഭാവിയിൽ ജില്ലാ കമ്മിറ്റി നൽകുന്നതായിരിക്കും. അങ്ങനെ ഒരു സംഗമവും പഞ്ചായത്തിൽ നടക്കും. സെപ്റ്റംബർ 13 തദിക്റെ അശറ എന്ന് പറയുന്ന വലയാലി വൽ അശർ എന്ന് പറയുന്ന ദുൽഹിജ്ജയിലെ 10 ദിനങ്ങൾ സൂചിപ്പിക്കുന്ന ഒരു സംഗമവും അങ്ങനെ അതോടൊപ്പം തന്നെ ഇൻഷാ അല്ലാഹ് മെയ് 28 ആദരണീയനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഉറൂസ് നടക്കുന്നത്. ആ ഉറൂസ് നമ്മൾ ജില്ലാ തലത്തിൽ ഒരു സ്ഥലത്തായിരിക്കും ഈ വർഷം നടത്തുക. അതിൽ ഓരോ പഞ്ചായത്തിൽ നിന്നും 20 വീതം ആമില അംഗങ്ങളെ പങ്കെടുപ്പിക്കണം. അങ്ങനെ തുടങ്ങി ചില വർക്കുകൾ കൃത്യമായി നൽകും. അതോടൊപ്പം ഇൻഷാ അല്ലാഹ് നാം ഉദ്ദേശിക്കുന്നത് SYSന്റെ സംസ്ഥാന കമ്മിറ്റി നൽകുന്ന പ്രവർത്തനങ്ങൾ, ഈ എണ്ണയിട്ട യന്ത്രം പോലെ നമ്മുടെ മഹല്ല് തലങ്ങളിൽ, പഞ്ചായത്ത് തലങ്ങളിൽ കൃത്യമായി ഈ പ്രവർത്തനം നിർവഹിക്കാൻ പറ്റുന്ന വിധത്തിൽ ചില പ്രവർത്തന പദ്ധതി കൂടി ആവിഷ്കരിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്നതാണ്. സമസ്തയുടെ 90-ാം വാർഷികം പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. അതുമായി ചില പ്രവർത്തനങ്ങൾ കൂടി നമ്മുടെ ഈ പ്രവർത്തന കാലയളവിൽ ഈ 8 മാസക്കാലത്തെ പ്രവർത്തനയിടയിൽ വരുന്നതായിരിക്കും. അതോടൊപ്പം ഏപ്രിൽ 17, 18 തീയതികളിലാണ് SYSന്റെ ദേശീയ സെമിനാർ ബാംഗ്ലൂരിൽ വെച്ച് നടക്കുന്നത്. ദേശീയമായ ചില പ്രവർത്തനങ്ങൾക്ക് SYS തുടക്കം കുറിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഓരോ നിയോജക മണ്ഡലത്തിൽ, ഓരോ പഞ്ചായത്തിൽ നിന്നും, ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും 2 വീതം വാഹനങ്ങളാണ്, 100 വീതം പ്രവർത്തകരെയാണ് മലപ്പുറം ജില്ലയിൽ നിന്നും നമുക്ക് ബാംഗ്ലൂരിലേക്ക് എത്തിക്കേണ്ടത്. അതിന് കൃത്യമായ ചാർട്ടുണ്ട്. നമ്മുടെ ആമില അംഗങ്ങൾ എങ്ങനെ പുറപ്പെടണം, അതൊരു സിയാറത്താക്കിക്കൊണ്ട് കൃത്യമായ ഒരു രൂപകൽപ്പന ചെയ്തുകൊണ്ടുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ടുള്ള പരിപാടിയായിരിക്കും അതും ഉദ്ദേശിക്കുന്നത്. അതിന്റെ വിശദവിവരം ശേഷം ഇൻഷാ അല്ലാഹ് മണ്ഡലം തലത്തിൽ മണ്ഡല സെക്രട്ടറിമാർ മുഖേന അക്കാര്യം നിങ്ങൾ അറിയിക്കുമെന്നും കൂടി സാന്ദർഭികം സൂചിപ്പിക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇത് നമ്മുടെ ഒരു പ്രവർത്തന രൂപരേഖയാണെങ്കിൽ പോലും ഇതിനൊക്കെ അപ്പുറത്ത് ചില വർക്കുകൾ നമുക്ക് കൃത്യമായി നടത്താൻ സാധിക്കും. ഇവിടെ സാലിം ഭായി സൂചിപ്പിച്ച ദഅവ പ്രവർത്തന രംഗത്ത് ചില കൃത്യമായ പദ്ധതികളും ആവിഷ്കരിച്ചുകൊണ്ടാണ് നാം മുന്നോട്ട് പോകുന്നത്. സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളത്, ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം നാം മറ്റൊരു പുതിയ ഒരു പ്രവർത്തന രീതി കൂടി, ഒരു പുതിയ ഉത്തരവാദിത്തം കൂടി നമ്മുടെ ചുമലിൽ വന്നു ചേർന്നിരിക്കുകയാണ്. ആദരണീയനായ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഇവിടെ നമുക്ക് പ്രതിജ്ഞ ചൊല്ലിത്തരികയും നാം ഒക്കെ അത് ഏറ്റുചൊല്ലുകയും ചെയ്തെങ്കിൽ ഒരു ദഅവ പ്രവർത്തനത്തിന്റെ ഒരു പുതിയ തുടക്കം. അതുകൊണ്ട് നാം ഒരു ദാഇയാണ്. പൂർണ്ണ അർത്ഥത്തിൽ എങ്ങനെ ദഅവത്തിനെ ഫലപ്രദമാക്കാം എന്നുള്ള കൂലങ്കഷമായ ചർച്ചയാണ് നമ്മുടെ ഈ ക്യാമ്പിൽ ഉടനീളം നടന്നിട്ടുള്ളത്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കൃത്യമായ നമ്മൾക്കൊരു അജണ്ടയും കൃത്യമായ ഒരു ജീവിത രീതിയും ഉണ്ടാക്കിയെടുത്താൽ ദഅവത്ത് എത്രയും പെട്ടെന്ന് ഫലപ്രദമാക്കി നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നമ്മുടെ വസ്ത്രരീതി പ്രധാനമാണ്. ഒരു ആമില അംഗത്തിന്റെയും വസ്ത്രം നെരിയാണിക്ക് താഴെ ഇറങ്ങാൻ പാടില്ല. അതോടൊപ്പം തന്നെ മടക്കി നടക്കുന്ന സാഹചര്യം നമുക്കുണ്ടാവാൻ പാടില്ല. കഴിവതും വെള്ള വസ്ത്രം ധരിക്കാൻ ശ്രദ്ധിക്കുകയും തലമറക്കുകയും അങ്ങനെ കൃത്യമായ ചില അജണ്ടയോട് കൂടിയുള്ള ഞാനൊരു ദാഇയാണ്, ഞാൻ നമ്മുടെ നാട്ടിലെ മറ്റ് ജനങ്ങൾക്ക് കൂടി മാതൃകയോഗ്യനായി ജീവിക്കേണ്ടവനാണ് എന്ന ഒരു ബോധമുണ്ടാവുകയും തന്റെ കുടുംബത്തിലും തന്റെ നാട്ടിലും തന്റെ സംഘടനാ പ്രവർത്തകർക്കിടയിലും അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمد رسول الله أشهد أن محمد رسول الله
حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح الله أكبر الله لا إله إلا الله നമ്മുടെ ഈ മഹാസംഗമത്തിൽ സമാപന ദിക്ർ ദുആ മജ്ലിസിന് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട അത്തിപ്പറ്റു സാധിച്ചതുണ്ട്. അല്ലാഹു ദീർഘായുസ് കൊടുക്കുമാറാവട്ടെ. എല്ലാവരും ഇരിക്കണം. ഈ വിഷയാവതരണം കഴിഞ്ഞാൽ ജമാഅത്താണ്. ജമാഅത്ത് കഴിഞ്ഞ ഉടനെ നമ്മുടെ പരിപാടികൾ ദിക്ർ ദുആയോടുകൂടി മജ്ലിസുൻ നൂറോടുകൂടി സമാപിക്കും. ഈ കർമ്മ പദ്ധതി വളരെ പ്രധാനമാണ്. അതിന്റെ അവസാന ഭാഗവും കൂടി പൂർത്തീകരിച്ച് ജില്ലാ സെക്രട്ടറി മുഹമ്മദ് ഫൈസി ഇതിന്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ചതിന് ശേഷം ഇൻഷാ അല്ലാഹ് നമ്മൾ ജമാഅത്ത് ആരംഭിക്കും. ചായ എത്തിയിട്ടുണ്ട്. സൗകര്യപ്രദമായി അത് കുടിച്ച് ജമാഅത്തായി നിസ്കാരം നിർവഹിച്ചതിന് ശേഷം നമ്മൾ മജ്ലിസുൻ നൂറും ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് പിരിയുന്നത്. ളുഹ്ർ നിസ്കരിച്ചതുപോലെ തന്നെ പന്തലിൽ സഫായിരുന്ന് നമുക്ക് ജമാഅത്തായി നിസ്കരിക്കാം. ഇപ്പൊ എല്ലാ പ്രതിനിധികളും ഇരുന്നത് പോലെ തന്നെ ഇരിക്കണം. പ്രിയമുള്ളവരെ, പ്രോഗ്രാമിൽ കാണിച്ചത് നേരത്തെ നമ്മുടെ പരിപാടി അവസാനിപ്പിക്കുന്നതാണ്. ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആമില അംഗങ്ങൾ എന്ന നിലക്ക് അള്ളാഹു നൽകിയ ഒരു അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ വീട്ടിലും നമ്മുടെ കുടുംബത്തിലും നാട്ടിലുമൊക്കെ നാം ഒരു മാതൃകായോഗ്യമായ ജീവിതം നയിക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെയൊക്കെ സ്വഭാവം നന്നാവാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ഒരു നല്ല ഒരു ദീനീ ദഅവ പ്രവർത്തകനുണ്ടാവേണ്ട മുഴുവൻ ഗുണങ്ങളും ഒത്തിണങ്ങിയ സംശുദ്ധമായ ഒരു ജീവിതം നയിക്കാൻ നിങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്ന് കൂടി സാന്ദർഭികം സൂചിപ്പിക്കുകയാണ്. അതോടൊപ്പം ഈ ചാർട്ടുകളൊക്കെ കൃത്യമായി പഞ്ചായത്ത് കോർഡിനേറ്റർമാർ മുഖേന മണ്ഡലം തലത്തിൽ ശേഖരിച്ച് ജില്ലാ കമ്മിറ്റി നിരീക്ഷിച്ചുകൊണ്ട് ഈ ജില്ലാ തലത്തിൽ ഇതിന് കൃത്യമായൊരു മോണിറ്ററിംഗ് സംവിധാനം ഉണ്ടായിരിക്കും. ആ സംവിധാനം ഉപയോഗപ്പെടുത്തി നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്ന് വളരെ കൃതാർത്ഥരാണ്. SYSന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റി സംബന്ധിച്ചിടത്തോളം ഇന്നതിന് ഭൗതിക സൗകര്യങ്ങളൊക്കെ ഒരുപാട് നമുക്കുണ്ട്. അത് മാക്സിമം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ജില്ലയിലെ ദീനീ ദഅവ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കാൻ ശ്രദ്ധിക്കണമെന്ന് വളരെ വിനയത്തോടുകൂടി അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. നമ്മൾ ആമില പ്രവർത്തനം ആരംഭിച്ചപ്പോൾ പലരും ഇപ്പോൾ കോട്ടിട്ടുകൊണ്ട് ഇത്തരം പ്രവർത്തനമായി രംഗത്ത് വന്നിട്ടുണ്ട്. ആ കോട്ടൊന്നും ഈ നാട്ടിൽ വിജയിക്കുന്നതല്ല, മറിച്ച് 1954 കാര്യവട്ടം സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് മഹാന്മാര സമസ്തയുടെ ആലിമീങ്ങൾ പേരിട്ട പാരമ്പര്യമുള്ള യഥാർത്ഥമായ സന്നദ്ധ സേവനം എന്ന് പറയുന്നത് സുന്നീവൻ സംഘം ജില്ലാ കമ്മിറ്റി നേതൃത്വം കൊടുക്കുന്ന ആമില പ്രവർത്തനമായിരിക്കും എന്നുകൂടി സാന്ദർഭികം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ആദരണീയനായ SYSന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ഉസ്താദ് ഹാജി കെ മുഹമ്മദ് ഫൈലി വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി സമാപനം എന്ന നിലക്ക് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നതാണ്. ഒരുപാട് ആളുകൾ പല നോട്ടുകളും ഒക്കെ അവിടെ എത്തിച്ചിട്ടുണ്ട്. അതൊക്കെ ജില്ലാ കമ്മിറ്റി വളരെ ഗൗരവത്തോടുകൂടി എടുക്കുകയും നിങ്ങൾ നൽകിയ പല നിർദ്ദേശങ്ങളും ഇതിന്റെ ഭാവി പ്രവർത്തനങ്ങളിൽ നിങ്ങളൊക്കെ നൽകിയ നിർദ്ദേശങ്ങൾ മാനിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിയും പരിപാടിയുമായിരിക്കും ഭാവിയിൽ ഉണ്ടാവുക എന്നുകൂടി സാന്ദർഭികം സൂചിപ്പിച്ചുകൊണ്ട് പഞ്ചായത്ത്, യൂണിറ്റ്, മണ്ഡലം തലങ്ങളിൽ സംഘടനാ പ്രവർത്തകർ സജീവ സാന്നിധ്യമായി ദഅവ രംഗത്ത് ഉറച്ചു നിൽക്കണമെന്ന് മാത്രം സാന്ദർഭികം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഭിവന്ദരായ പണ്ഡിതന്മാരെ, ഉസ്താദുമാരെ, സാദാത്യങ്ങളെ, ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ ആമില പ്രവർത്തകർ
വലിയ വിജയത്തിലാണ് നാം എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മണ്ഡലം തിരിച്ച് ഇവിടെ വരുന്ന വന്ന ആളുകളെല്ലാം റിക്കാർഡിക്കലായി നാം കണക്കാക്കി ഏറ്റവും കൂടുതൽ പങ്കെടുത്ത മണ്ഡലത്തിന് നമ്മൾ പ്രൈസ് കൊടുക്കുക എന്നുള്ളത് ആദ്യം തീരുമാനിച്ചിരുന്നു. അതനുസരിച്ച് ഇവിടെ പ്രഖ്യാപനമുണ്ടാവും. നമ്മുടെ പ്രവർത്തകരിൽ നിന്ന് ഒരുപാട് ആളുകൾ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യം, ഇത് ഇന്നിവിടെ അവസാനിപ്പിക്കുമ്പോൾ തുടർന്നും ഇതുപോലത്തെ ഒരു പരിപാടി വർഷത്തിലൊരിക്കൽ ഉണ്ടാക്കിക്കൂടെ എന്ന് നമ്മുടെ പ്രവർത്തകർ ആവശ്യപ്പെട്ടതനുസരിച്ച് തരക്കടില്ല എന്ന് തോന്നിയതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാ വർഷത്തിലും നമുക്ക് ഇത് ആവർത്തിച്ച് ഇതുപോലത്തെ ഒരു സദസ്സ് ഇൻഷാ അല്ലാഹ് ഉണ്ടാക്കണമെന്ന് നിങ്ങളോട് അറിയിക്കുകയും തങ്ങളവറുകൾ വന്നതിന് ശേഷം തങ്ങളവറുകളുടെ സമ്മതത്തോടു കൂടെ ആ വിഷയം നിങ്ങളെ അറിയിക്കുന്നതാണ് എന്നും അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.